സ്ഥാനാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചതായി ജില്ലാ നേതൃത്വം പറഞ്ഞതിന് പിന്നാലെ പൊതുവേദിയിൽ കൈകൊടുത്തും കെട്ടിപ്പിടിച്ചും നേതാക്കൾ. ഇതോടെ മാസങ്ങൾ നീണ്ട അതൃപ്തികളുടെ കാർമേഘം കൂടിയാണ് ലീഗിൽ ഒഴിഞ്ഞുപോയത്. അഭിവാദ്യങ്ങൾ 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 മണ്ണാർക്കാടിന് അഭിവാദ്യങ്ങൾ മണ്ണാർക്കാടിന് അഭിവാദ്യങ്ങൾ പാണക്കാടിൻ. ചൊവ്വാഴ്ച നടന്ന UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സ്ഥാനാർത്ഥിയായ N ഷംസുദ്ദീനൊപ്പം മുൻ നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദി പങ്കിട്ടിരുന്നു. ഇതിനുശേഷം കെട്ടിപ്പിടിച്ച ഇരുവരെയും പ്രവർത്തകരും ആഹ്ലാദത്തോടെ അഭിവാദ്യം ചെയ്തു. പാണക്കാട്ടെ തറവാട്ടിൽ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും അലിഞ്ഞില്ലാതായെന്നും സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്നും C മുഹമ്മദ് ബഷീർ പറഞ്ഞു. ചെറിയ പ്രയാസങ്ങളിലൊക്കെ പാണക്കാട് ആ ഒരു തറവാടിന്റെ മുറ്റത്ത് അവിടെയുള്ള ചർച്ചയിൽ തങ്ങളുമായിട്ടുള്ള ആ ചർച്ചയിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഒരു ലീഗുകാരനുള്ളൂ. അത് തീർന്നു. ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാവരും ഷംസുദ്ദീന്റെ വിജയത്തിലൂടെ പ്രവർത്തിക്കും. പരിപാടി ഉദ്ഘാടനം ചെയ്ത പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതായി അറിയിക്കുകയുണ്ടായി. പാണക്കാട് വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ 3 തവണ MLA ആയ ഷംസുദ്ദീൻ അവരോടാണ് ഈ തവണയും അദ്ദേഹത്തിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ മണ്ണാർക്കാട്ടെ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പരിഹരിച്ചു വലിയ രീതിയിൽ നമ്മൾ വിജയമുണ്ടാവും. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന തീരുമാനം അതന്നെ. ഇപ്പോൾ ഒരുമിച്ച് അതൊന്നും വലിയ പ്രശ്നമായി കാണണ്ട. ഇതോടെ UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇതോടെ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. N ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗിൽ പ്രാദേശിക വാദമുയർന്നതാണ് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഇരുവിഭാഗവും നിരവധി തവണ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു. പരസ്യ പ്രസ്താവനകളും ഉടലെടുത്തതോടെ സംസ്ഥാന നേതൃത്വം അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയുമുണ്ടായി. കഴിഞ്ഞ ദിവസം പാണക്കാട് വച്ച് അസംതൃപ്ത വിഭാഗത്തെയും ജില്ലാ നേതാക്കളെയും വിളിച്ചുവരുത്തി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. അസംതൃപ്ത വിഭാഗം ഉന്നയിച്ച കാര്യങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യാമെന്നും തിരഞ്ഞെടുപ്പിൽ വിജയത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുള്ള നിർദ്ദേശവുമാണ് ലഭിച്ചതെന്നും ജില്ലാ നേതൃത്വം അറിയിച്ചു. ഇതിനിടെ പാണക്കാട് പോയവർ കരഞ്ഞു കാലുപിടിച്ച് മാപ്പ് അപേക്ഷിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവന ജില്ലാ ലീഗ് പ്രസിഡന്റിൽ നിന്നുണ്ടായതും വിവാദമായിരുന്നു. എന്നാൽ അത് മണ്ണാർക്കാട്ടുള്ള നേതാക്കളെ ഉദ്ദേശിച്ചല്ലെന്ന തിരുത്തുമായി ജില്ലാ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തുകയും ചെയ്തതോടെ വിവാദം കെട്ടടങ്ങി. CCN മണ്ണാർക്കാട്.